അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ജയിലിൽ വെച്ച് അതാ സഫീർ നിസ്കരിക്കുകയാണ്. എന്നാൽ ആ ജയിലിലുള്ളവരെല്ലാം ആ ഒരു കാഴ്ച കാണുന്നു. അത് ചെറുപ്പക്കാരനായ ഒരു യുവാവ് അതിൻ്റെ സമയമാകുമ്പോൾ അതാ നിസ്കരിക്കുന്നു. ശരിക്കും അവർക്കെല്ലാം അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. പലരും പല കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ജയിലിലെത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും അത് ചെയ്യുന്നില്ല. പലരും അതെ അവിടെയുള്ള ജോലികൾ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അതൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരനായ സുന്ദരനായൊരു യുവാവ് കണ്ടാൽ തന്നെ അറിയാം ഏതൊരു വലിയ തറവാട്ടിൽ പിറന്നതാണെന്ന്. എന്നാൽ അവൻ്റെ ആ ഒരു അടുക്കും ചിട്ടയും എല്ലാം കൂടി കണ്ടപ്പോൾ ശരിക്കും പലർക്കും അത്ഭുതം തോന്നി. എല്ലാവരും അവൻ്റെ അടുക്കലേക്കായിട്ട് വന്നു തുടങ്ങി. അല്ല സഹോദര, എന്താ പേര്, എന്തായിരുന്നു കുറ്റം ചെയ്തത്? ഇത്രയ്ക്കും നല്ല ഒരാളായിട്ടും നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങളെ കണ്ടിട്ട് കുറ്റമൊന്നും ചെയ്തതായിട്ട് തോന്നുന്നേയില്ല. ഒരു കുറ്റവാളിയെ പോലെ നിങ്ങളെ കാണാനും കഴിയുന്നില്ല. ആ ജയിലിലുള്ളവരെല്ലാം അവനോട് അങ്ങനെ പറയുകയാണ്. അവൻ പറഞ്ഞു, അലല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിൽ വിധിച്ചതായിരിക്കും ഇത്. എന്നാലും അവൻ ഒരാളെയും കുറ്റം പറഞ്ഞില്ല, ഒരാളെയും പരിഭവവും പറഞ്ഞില്ല. എല്ലാം പടച്ച റബ്ബിനോട് മാത്രം പറഞ്ഞു. എന്നാൽ ഈ സമയം അതാ വക്കീല് നേരെ ജസീറിനെ വിളിക്കുകയാണ്. ആ പിന്നെ എവിടെയാണ് കക്ഷി? അതൊക്കെ ഉണ്ട് സാറേ, അതൊക്കെ ഞാൻ പെരുമാറിക്കോളാം. അങ്ങനെ അതാ 2-3 പേർ ഒരുമിച്ച് ചേർന്ന് റിസ്വാന വക്കീലിനെ കൊണ്ടുപോയതായിരുന്നു. ഒരിക്കൽ പോലും കേസ് വാദിക്കാൻ പാടില്ല, കേസ് വാദിക്കാൻ അവിടെ എത്താൻ പാടില്ല. അത് മറ്റാരുടെയും കെയർ ഓഫിലല്ലായിരുന്നു. ജസീർ അവൻ പണമെറിഞ്ഞു, ആളുകളത് പ്രവർത്തിച്ചു. എന്നാൽ അന്ന് ജസീർ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു ശക്തമായി ആഞ്ഞു വലിച്ച് നേരെ അതാ ആ ഒരു ഡോറ് തള്ളി തുറക്കുകയാണ്. എന്താ വക്കീലെ, സുഖല്ലേ? ശരിക്കും സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്ന ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അത് റിസ്വാന വക്കീൽ. അവൾ ശരിക്കും അവിടെ കെട്ടിയിട്ട രീതിയിൽ ചെയറിലിരുത്തിയിരിക്കുകയാണ്. ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. വക്കീലേ, എന്താ, എന്തൊരു സുന്ദരിയാണ് വക്കീലേ നിങ്ങൾ, എന്തൊരു മൊഞ്ചത്തിയാണ്. ആ വായിൽ ഒട്ടിച്ചു വെച്ച പ്ലാസ്റ്റർ അവന് വലിച്ചു ചീന്തി. നോ, സ്റ്റുപ്പിഡ്, നോൺസെൻസ്. ചതിക്ക് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. ഏയ്, ഇതല്ല യഥാർത്ഥമായ ഒരു മനുഷ്യൻ്റെ ധൈര്യം. നേരിട്ട് വാടോ. അങ്ങനെയെങ്കിൽ എന്ത് നേരിട്ട് വരാതിരുന്നത് കോടതിയിലേക്ക്? എന്നെ ചതിയിലൂടെ കീഴ്പ്പെടുത്തി ആ സഫീറിനെ, നിരപരാധിയായ സഫീറിനെ. നോ, സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ആ പ്ലാസ്റ്റർ അവളുടെ മുഖത്തേക്ക് തന്നെ ഒട്ടിച്ചു. അതെ, ഇത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നിന്റെ വായ വല്ലാതെ കലപില പറയും. അല്ലെങ്കിലും വക്കീലന്മാർക്ക് അല്പം നാവ് കൂടുതലായിരിക്കുമല്ലോ. എന്ത് മൊഞ്ചാ പെണ്ണ് നിന്നെ കാണാൻ, എന്ത് ഇത്, ഒരു വക്കീലിന് ഇത്രയും മൊഞ്ചോ? ബെസ്റ്റ്, ഞാൻ നിന്നെ ഒന്ന് കണ്ടാട്ടെ. എന്നാൽ അപ്പോൾ തന്നെ അവൾ കാലുകൊണ്ട് തൊട്ട് അടുത്തുള്ള ആ ഒരു ചെയർ തട്ടി നീക്കുന്നു. എന്ത് അരിശം കാലുകൊണ്ടോ? ഞാനൊന്ന് ആസ്വദിച്ചോട്ടെ നിന്നെ. എത്ര ഭംഗിയാണ് നിന്നെ കാണാൻ. ഓഹ്, വല്ലാത്തൊരു മനോഹരമായ മിഴികളും, കണ്ണെഴുതുക പോലും വേണ്ട, അത്രക്ക് മനോഹരമാണ് നിൻ്റെ മിഴികളിൽ. ആ അതിലുള്ളിലെ ആ ഒരു വെള്ളാരം കണ്ണുകൾ, ചാര കണ്ണുകൾ കാണാൻ എന്ത് ഭംഗിയാ പെണ്ണെ. എന്തൊരു മൊഞ്ച നിന്നെ കാണാൻ. ജസീർ അവളുടെ അടുത്തേക്ക് വരുന്നു. അവളിൽ ദേഷ്യം അതാ ആർത്തൊലിച്ച് വരുന്നു. അടുത്തു പോകരുത് എന്നുള്ള രീതിയിൽ അവൾ എന്തൊക്കെയോ മൗനമായി പറയുന്നു. എന്നാൽ ചുണ്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നിലേക്ക് ബാക്കിലേക്ക് കൈകളും കാലുകളും കെട്ടിയിട്ടത് കൊണ്ട് തന്നെ, ചെയറിൽ കെട്ടിയിട്ടതുകൊണ്ട് അവൾക്കൊന്നിനും കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഇത് വെറും ചതിയാണ്. ഒരു പെണ്ണിനോട് ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ല. 3-4 ആണുങ്ങൾ വരുമ്പോൾ അവളെ തടഞ്ഞു നിർത്തി അവളെ തട്ടിക്കൊണ്ടു പോവുക, എന്നിട്ട് റൂമിലിട്ട് പൂട്ടുക, എന്നിട്ട് കേസ് ജയിച്ചിട്ട് ജസീർ വരിക. വക്കീലേ, നിങ്ങൾ വക്കീലന്മാർ നിങ്ങളെ വിചാരിക്കുന്നുണ്ടാകും
പോലീസിനേക്കാൾ ഉയർന്നവർ ഞങ്ങളാണ്, വക്കീൽ പറഞ്ഞാൽ അതിന് താഴെയായിരിക്കും പോലീസ് നിൽക്കുക എന്നൊക്കെ. പക്ഷേ ജസീറിൻ്റെ അടുത്ത് വക്കീലായാലും പോലീസായാലും മന്ത്രി ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കീഴേ മാത്രം. എന്താ വക്കീലേ, സത്യമായിട്ടും നീ ഒരു സുന്ദരിയാണ്. ഞാൻ വിചാരിച്ചതായിരുന്നു അത് എൻ്റെ അനിയന് വേണ്ടി എങ്ങാനും നീ വാദിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചുട്ട് കളയുന്നു. പക്ഷേ നിൻ്റെ സൗന്ദര്യത്തിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി പെണ്ണേ. എന്തൊക്കെ തന്നെയായാലും ആ ടൈമുണ്ട്. അപ്പോഴേക്കും അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ ആ ചെയർ ശക്തമായി നീക്കുവാൻ ശ്രമിക്കുന്നു. നോ 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 നോ, കഴിയില്ല മോളെ. അത്രക്കും ശക്തമായ രീതിയിലാണ് നിന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നീ വലിയ കരാട്ടയാണെന്നോ, നീ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നോ എന്നൊക്കെയും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എടുത്തില്ല. 3-4 മല്ലന്മാരെ കൊണ്ട് നിന്നെ അങ്ങ് അടക്കി പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. അല്ലേ നീ എന്നെ ചവിട്ടി പൊളിക്കൂലേ അല്ലടി? അല്ലേ? നീ കരാട്ടക്കാരിയല്ലേ? നീ കരാട്ടക്കാരിയാണെന്നോ, നീ കളരിയാണെന്നോ എന്തൊക്കെയാ പറഞ്ഞു കേട്ടിരുന്നു. ഓ തരക്കടില്ല. എന്നാ മോളെ റിസ്വാന, ഞാൻ നിന്നെങ്ങ് എടുക്കുക. എന്താ, എൻ്റെ കൂടെ ജീവിക്കാൻ ഇതുപോലുള്ളൊരു പെണ്ണിനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെ, നിൻ്റെ ഇത്രക്ക് മനോഹരമായ മുഖം, തേനൂറുന്ന ചുണ്ടുകൾ, അതൊക്കെ എനിക്ക് സ്വന്തമാക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ നീ അത് സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ ദേഷ്യത്തോടെ അതാ വീണ്ടും എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. എന്തിനാ മോളെ ഇത്ര റിസ്ക് എടുക്കുന്നത്? നീ എത്ര തൊണ്ട പൊട്ടി അലറുകയാണെങ്കിലും കരയുകയാണെങ്കിലും നിൻ്റെ ശബ്ദം പുറത്തേക്ക് വരില്ല. കാരണം അത്രക്കും ശക്തമായ പ്ലാസ്റ്റർ കൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. അതൊരിക്കലും PVC പൈപ്പിൻ്റെ PVC ടാങ്ക് പൊട്ടിയാൽ ഒട്ടിക്കുന്ന ആ ഒരു പശയുണ്ട്, സ്റ്റിക്കർ, അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും അവൾക്ക് എന്ത് ചെയ്യണമേ എന്നറിയാത്ത അവസ്ഥ. ജസീർ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. നേരെ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അതെ, എത്ര ധൈര്യമുള്ള പെണ്ണാണെങ്കിലും കൈകാലുകൾ ബന്ധിച്ച് വായം മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ആ പെണ്ണിന് ഒരിക്കൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതെ, ശരിക്കും ധൈര്യമില്ലാത്തവരാണ് അങ്ങനെ വരിക. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് അവൾ വെല്ലുവിളിച്ചതാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന പല രീതിയിലുള്ള തെറ്റായ നിയമങ്ങളും മാറ്റിയെടുക്കാൻ, അതെ, നിരപരാധികളെ രക്ഷിക്കാൻ. അതായിരുന്നു റിസ്വാന വക്കീലിൻ്റെ ലക്ഷ്യം. അത് അവളുടെ ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു. ഒരുപാട് ആളുകൾ നിരപരാധികളായവരുണ്ട്, അവരെ രക്ഷിക്കണം, അവരുടെ കൂടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ അത് പഠിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം. എന്നാൽ തന്നെ ഇത്രക്കും വലിയൊരു ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുമെന്ന് ഒരിക്കലും അവൾ കരുതിയില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. പക്ഷേ മരിച്ചാലും ധൈര്യം കൈവിടില്ല. എൻ്റെ ശരീരത്തിൽ ഒരാൾ പോലും സ്പർശിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. അതായിരുന്നു അവളുടെ ചെറുപ്പം മുതലേ ഉള്ള മനസ്സിലുള്ളതും. എന്നാൽ ജസീർ അതാ അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് അവളുടെ നേരെ തൊട്ടടുത്തെത്തി. വക്കീൽ ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പിന്നെയും മുഖമൊക്കെ എന്താ ഇങ്ങനെ ചുവക്കുന്നത്? അല്ലെങ്കിലും വെളുപ്പ് കലർന്ന ഈ ഒരു ചുവപ്പ് നിറത്തിൽ വീണ്ടും ദേഷ്യം കൂടുമ്പോഴേ മുഖം വല്ലാണ്ട് ചുവക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇത്? രക്തത്തിൽ തൊട്ട പോലെ അത്രക്കും ചുവന്ന് തൊടുത്തിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കവിളുകൾക്ക് പ്രത്യേകമായിട്ടൊരു ഭംഗി. കണ്ണുകളുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ്, എനിക്ക് വാക്കുകളില്ല വർണ്ണിക്കാൻ. വക്കീലേ, എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും അതിൽ നിന്ന് പിന്മാറാം. എന്താ, നിങ്ങൾ വിചാരിച്ച ആളെവിടെ? ജയിലിൽ പോയി. അവനാണ് തെറ്റുകൾ ചെയ്തത്. എൻ്റെ വക്കീൽ അത് പറയുന്നത് നിങ്ങളത് ഏറ്റ് പറയണം, അതൊക്കെ പറയണം. അതിനൊരിക്കലും എതിർവാക്ക് പറയരുത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സുന്ദരി പെണ്ണിനെ ഞാനങ്ങ് അഴിച്ചു വിടും. എന്നിട്ട് ഞാനങ്ങ് പൊന്നുപോലെ നോക്കുവാൻ വേണ്ടി ഞാനങ്ങ് കെട്ടും. എന്താ, പറ്റൂലേ? അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ്. ഈ ദുഷ്ടൻ്റെ ഭാര്യയായി കഴിയേ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. നേരെ അവൻ അവളുടെ അരികിലേക്കെത്തി സിഗരറ്റ് വലിച്ച് ആ പുക അവളുടെ മുഖത്തേക്ക് ഊതി എന്ന് അവൾക്കത് തട്ടിത്തെറിപ്പിക്കുവാൻ
കഴിയുന്നില്ല. അവൾ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. എന്ത് ഭംഗി അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കാണാൻ. ഉം? എന്താ പറയാം, പറയണം, പറഞ്ഞേ തീരൂ. കേസ് വാദിക്കാൻ വരില്ല. സഫീറിന് അനുകൂലമായി ഒന്നും പറയില്ല. അത് പറഞ്ഞാൽ ഈ നിമിഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അല്ല എങ്കിൽ നിനക്ക് പതുക്കെ പതുക്കെ അങ്ങ് ഇവിടെ ഇരുന്ന് ഞാനങ്ങ് കല്യാണം കഴിക്കാതെ നിന്നെ അങ്ങ് പീഡിപ്പിച്ച് കളയും. എന്താ പെണ്ണേ? എനിക്കതിനുള്ള ശക്തി ഇല്ല നീ വിചാരിച്ചോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് തന്നോട് ആരും ഇത്രയ്ക്ക് മോശമായി പറഞ്ഞിട്ടില്ല. എന്നാൽ അവൻ മറ്റു ചിലതെല്ലാം തീരുമാനിക്കുന്നു. ആ നിമിഷം തന്നെ അവൻ ഫോൺ ചെയ്യുന്നു തൻ്റെ ഉമ്മാക്ക്. ഹലോ ഉമ്മ, എവിടെ മോനെ നീയേ? ഉമ്മാക്ക് പറ്റിയൊരു മരുമകളുണ്ട് ഇവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഉമ്മ. ഒരു സുന്ദരി കോത എന്ന് തന്നെ പറയാം. എൻ്റെ പൊന്നു മോനെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഉള്ളത് തന്നെ അവിടെ കിടക്കുകയാണ്. എന്താ നീ പറയുന്നത്? അതെ ഉമ്മ, എൻ്റെ ഉമ്മക്ക് വക്കീൽ മരുമകളെ പറ്റുമോ? പറ്റുമെന്നോ? എന്ത് പറ്റായി? അതൊക്കെ തന്നെയല്ലേ വേണ്ടത്. കുറച്ച് നല്ലതൊക്കെ നോക്കിയെടുക്കണ്ടേ? അല്ലാതെ അവിടെ ഇവിടെ കോളേജിൽ പഠിക്കുന്നതിനൊക്കെ പിടിച്ച് കെട്ടിക്കൊണ്ടു വന്ന് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കുറച്ച് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതിന് തന്നെ വേണ്ടേ? ഉമ്മ, എന്നാലേ ഇവിടെയുണ്ട് ഒരുത്തി. ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? എടാ മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? കാര്യത്തിലാണോ? അതെ ഉമ്മ. ഉമ്മക്കൊരു മരുമകളെ വേണമെന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ. അതിനനുസരിച്ചൊരു മരുമകള്. എന്തൊക്കെ തന്നെയല്ലോ മറ്റവളുടെ കാലൊടിഞ്ഞൊക്കെ എടുക്കല്ലേ. അപ്പോൾ പിന്നെ അതിനെ നോക്കണ്ട. പകരം നല്ലൊരു വക്കീൽ മരുമകളെ. ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. മോനെ, നീ എന്നെ കളിപ്പിക്കല്ലേട്ടോ. സത്യമായിട്ടും അങ്ങനെയാണോടാ? അതെ ഉമ്മ. എന്താ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? പക്ഷേ എൻ്റെ അടുക്കൽ ഇപ്പോൾ അവളുണ്ട്. എടാ മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഉമ്മ, എൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. എന്നാ ഫോട്ടോ കാണിക്ക് നോക്കട്ടെ. ഫോട്ടോ ഇപ്പോൾ കാണിച്ചാലേ ഉമ്മ ഞെട്ടിപ്പോവും. തൽക്കാലം ഇപ്പോൾ കാണിക്കുന്നില്ല. എന്താടാ അനാവശ്യം പറയുന്നോ നീയേ? അതേ ഉമ്മ, ഈ ഒരു അവസ്ഥയിലുള്ള ഫോട്ടോ കാണിക്കാൻ എനിക്ക് പറ്റൂല. ഈ അവസ്ഥയിലുള്ള ഫോട്ടോ കാണിച്ചാലേ എൻ്റെ ഉമ്മ, നിങ്ങളെൻ്റെ ഉമ്മയല്ലേ, നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കാണിക്കണ്ട. എടാ, അനാവശ്യം പറയാതെ അടങ്ങിയിരിക്കേ. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിൻ്റെ ഉമ്മയോടാണ് പറയുന്നുള്ള ഓർമ്മയില്ല എനിക്ക്. എന്താ നിങ്ങൾ എവിടെയാണിപ്പോൾ? അവൾ എൻ്റെ കൂടെ. ഞാനും ഓളും തനിച്ചാണുമ്മ. ഞാനും ഓളും തനിച്ച് റൂമിൽ മാത്രമാണ്. ഈ ഒരു അവസ്ഥയിൽ അവളുടെ ഫോട്ടോ വിടാൻ പറ്റത്തില്ല. അഥവാ ഉമ്മ ഞെട്ടിക്കഴിഞ്ഞ് ഷോക്കായാലേ വേണ്ട. ഈ ചെക്കന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൻ്റെ ഉമ്മ ഫോൺ കട്ട് ചെയ്തു. ഉമ്മ മറ്റു പലതും ചിന്തിച്ചു എൻ്റെ വക്കീലേ. ഏതായാലും ഉമ്മ ചിന്തിച്ചല്ലോ നമ്മൾ തമ്മിൽ പല ബന്ധമുണ്ടെന്ന്. എൻ്റെ ഉമ്മയെ അറിഞ്ഞ് ഇനി എൻ്റെ ഉമ്മയെ കൊണ്ട് ഇതങ്ങ് കെട്ടിപ്പിക്കണം. എന്താ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ലേ? അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾക്ക് ദേഷ്യം കലി കയറി വരികയാണ്. അതെ, ഇത്രക്കൊരു ക്രിമിനലിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലായി അവളുടെ ചിന്തകൾ. എന്നാൽ ഈ സമയം ജയിലിൽ അതനുസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് സഫീർ. റബ്ബേ, അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യങ്ങളെയും എന്നെ സമർപ്പിക്കുന്നു. അല്ലാഹ് പഠിച്ചവനെ, ഞാൻ ഒരിക്കൽ പോലും ഇതൊന്നും വിചാരിച്ചതല്ല. പക്ഷെ എനിക്ക് കിട്ടിയതോ? അല്ലാഹുവേ, നീ വിധിച്ചത് എനിക്ക് കിട്ടും, അതുറപ്പുണ്ട്. പക്ഷേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമല്ല. എനിക്ക് അതിന് നീ ഒരു വഴി കാണിച്ചു കൊണ്ടല്ല. അല്ലാ. സഫീർ ജയിലിൽ നിന്ന് കരഞ്ഞ് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം ഹാദിയ ആഷി ഉസ്താദിൻ്റെ വീട്ടിലാണ്. അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ? ഇവിടെ ഞാൻ നിന്നിട്ട് മോളെ ഒരു പക്ഷേ നിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവ് നിന്നെ ഇല്ലാതാക്കും മോളെ. അതുകൊണ്ട് കുറച്ച് ദിവസം മോൾ ഇവിടെ നിൽക്ക്. അത് കഴിഞ്ഞ് പോയാൽ പോരെ? ഉമ്മ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കും. അതെ, എനിക്ക് മരിക്കാൻ ഭയമില്ല ഉമ്മ. പക്ഷേ ഉമ്മ പ്രാർത്ഥിക്കണം, എനിക്ക് ഈമാനോടുകൂടി മരിക്കണം.
ഈമാൻ കിട്ടി മരിച്ചാൽ മതി ഉമ്മ, എനിക്ക് അതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. എന്നാൽ അവൾക്ക് വീട്ടിലേക്ക് പോകുവാൻ നിർബന്ധം പിടിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അത് ഉമ്മയും ഉപ്പയും അവിടെ തേങ്ങിക്കരയുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ വിധി ഓർത്തിട്ട്. അങ്ങനെ ഉപ്പ വിളിക്കുകയാണ് ആഷിയുടെ ഫോണിലേക്ക്, മോനെ ആഷി ഉസ്താദെ, പിന്നെ എൻ്റെ മോള് എനിക്ക് കാണണം, ഞങ്ങൾ കൊണ്ടുപോരാണ്, ഞങ്ങൾക്കിനി കഴിയുന്നില്ല അവളില്ലാതെ നിൽക്കാൻ. ഉപ്പ, അവൾ ഇപ്പം റാഹത്തിലാണ്, ഒരു കുഴപ്പമില്ല അവൾക്ക്, അവൾ കുറച്ച് ദിവസം കൂടെ. മോനെ എന്താ ചെയ്യുക, എന്തായാലും കേസിൽ അവളുടെ ഭർത്താവ് വിജയിച്ചില്ലേ, ഇനി എന്തൊക്കെ നടക്കും എന്നൊന്നും അറിയുന്നില്ല. ആ പിതാവ് കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. മോനെ ഞാൻ വരാം, എനിക്ക് എൻ്റെ കുട്ടിയെ കൊണ്ടുവരണം, കുറച്ച് കാലത്തെ ജീവിതമല്ലേ, അതോ ഞങ്ങളെ മോളെ കണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാമല്ലോ. ആ ഉമ്മാക്കും ഉപ്പാക്കും കണ്ണുനീരായിരുന്നു, കാരണം ഇത്രക്കും നെറുകെട്ട ഒരാളാണ് ഞങ്ങളുടെ മരുമകൻ എന്നുള്ള കാര്യം പിന്നീടാണ് അവരറിയുന്നത്. എന്നാൽ അതിനിടയ്ക്ക് പെങ്ങളും അത് അളിയനും കടന്നു വന്നിട്ടുണ്ട്. ഉമ്മ, ഹാദി എവിടെ? ഏ ഹാദി എവിടെയാണെന്ന് എന്തിനാ ഉമ്മ ചോദിച്ചു. ഹാദി എവിടെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞേ നിങ്ങൾക്ക് എന്താ? എൻ്റെ പൊന്നു മക്കളെ, ഹാദി എവിടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വേണം നേരെ ജസീറിന് വിട്ടു പറഞ്ഞു കൊടുക്കാൻ, എന്നിട്ട് അവളെ തല്ലിക്കൊല്ലാനല്ലേ? അല്ല ഉമ്മ, ഹാദി എവിടെ നിന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ? മോളെ ദയവായി അത് ചോദിക്കരുത്. എൻ്റെ ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഭർത്താവിനോട് ഈ കാര്യം പറയില്ല, സത്യമായിട്ടും. എനിക്ക് എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട്, അതുകൊണ്ട് അറിയണം ഉമ്മ, എനിക്കറിയണം, എനിക്കൊന്ന് കാണണം അവളെ, സത്യമായിട്ടും. എന്നാൽ ഈ സമയം അതാ അവളുടെ ഭർത്താവും ജസീറും നല്ല സംഭാഷണത്തിലാണ്. അതെ, അവരല്ലെങ്കിലും കട്ട ചങ്ക്സാണല്ലോ. എന്നാൽ അവൻ ആ രഹസ്യം അവളോട് പറയുകയാണ്, അവനോട്. ഹലോ, പിന്നെ ജസീർ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാതിരുന്നിട്ടില്ല, ഞാൻ എന്ത് വിചാരിച്ചത് നടന്നിരിക്കും. പിന്നെ എൻ്റെ അനിയൻ കേസിൽ വിജയിക്കും എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ അവനെ ഞാനങ്ങ് തോൽപ്പിച്ച് കളഞ്ഞ് അങ്ങ് സെൻട്രൽ ജയിലിലേക്ക് അടച്ചിട്ടുണ്ട്. അതെങ്ങനെ എന്നുള്ള രീതിയിൽ അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ പറഞ്ഞു. സഫീറിൻ്റെ വക്കീൽ എൻ്റെ കസ്റ്റഡിയിലുണ്ട്, അതൊരിക്കലും ഒരു കുട്ടിയും അറിയാൻ പോകുന്നില്ല. അതൊക്കെ നൈസായിട്ട് ഞാൻ, അതെങ്ങനെ ജസീർ, അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെയുണ്ട്, അതിനൊക്കെ പല വഴികളുമുണ്ട്. പക്ഷേ ഹാദിയ എന്ന് പറഞ്ഞൊരുത്തുണ്ട്, അതെ, നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി, അതായത് എൻ്റെ വൃത്തികെട്ട ഭാര്യ എന്ന് പേരുള്ള പെണ്ണ്, അവൾ എവിടെയോ ഒളിച്ച് താമസിക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. അവളെൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലേ പപ്പടം ഞെരിക്കുന്ന പോലെ ഞെരിച്ച് ഞാൻ ഇല്ലാതാക്കും. പക്ഷേ അറിയണം, അല്ലളിയ, എന്നോട് പറഞ്ഞൂടെ, എനിക്കും അറിയണ്ടേ ചിലതൊക്കെ. എവിടെയാണ് അവൾ? എനിക്ക് അവളെ ഒന്ന് നേരിട്ട് കാണണം. എന്നാൽ അവൻ പറഞ്ഞു, അതറിയില്ല, ഞാൻ ചോദിച്ചു നോക്കാം. എന്നാൽ തൻ്റെ ഭാര്യയോട് അപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കുകയായിരുന്നു, അത് പിന്നെ ഹാദി എവിടെയാണെന്ന് അറിയണം. എന്തിനാ അതറിയണം? എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ ജസീറിനോട് പറയാനാണോ? ജസീറിൻ്റെ കൂടെ കൂടി നിങ്ങളിപ്പോൾ കുറച്ചധികം കേട് വന്നിട്ടുണ്ട്. അയ്യേ, നാണക്കേട്. ആദ്യമൊക്കെ എനിക്ക് നിങ്ങളെ വിശ്വാസമായിരുന്നു, പക്ഷെ ഇപ്പം നിങ്ങൾ അവൻ്റെ കൂടെ കൂടിയിട്ട് ആകെപ്പാടെ. പറയടി, എവിടെയാണ് ഹാദിയ? ഹാദിയ എവിടെയാണെന്ന് നീ പറയണം, ചോദിക്കണം നിൻ്റെ വീട്ടുകാരോട്. അല്ലാതെ എന്നെ കാക്കണ്ട, നീ നോക്കിക്കോ, നിൻ്റെ 2 മക്കളെയും പിന്നെ നിനക്ക് കാണാൻ കിട്ടൂല. അല്ലോ. എന്നാൽ ഉമ്മയോട് അവൾ ചോദിക്കുകയാണ്, ഉമ്മ, ഹാദിയ എവിടെയാണ്? പൊന്നു മോളെ, ഞാൻ പറഞ്ഞു തന്നിട്ട് എന്തിനാണ് ആ കുട്ടിയെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യണത്? എന്ത് തെറ്റ് ചെയ്തിട്ട്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഉമ്മ, ഒരിക്കലും അല്ല ഉമ്മ, അവളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരിക്കലും പോലും എൻ്റെ അനിയത്തിയെ ഞാൻ. ഉമ്മ അർത്ഥവത്തായി ഒന്ന് മൂളിയിട്ട് പറഞ്ഞു, അത് പറയാൻ എനിക്ക് പോലും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഉമ്മ. എന്നാൽ സുരക്ഷിതമായിരിക്കണം, എൻ്റെ ഭർത്താവും ജസീറൊക്കെ ഒരു സെറ്റാണ്, അവരൊന്നിനും മടിക്കാത്ത ആളുകളാണ്. അവൾ കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. അതെ, തൻ്റെ അനിയത്തിയുടെ ജീവൻ അത് രക്ഷിക്കണം,
അവളെ ആക്സിഡൻ്റ് ആക്കിയതിന് ശേഷം തന്നെ ശരിക്കും ജസീറിനോട് കടുത്ത ദേഷ്യമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എന്നാൽ അനിയൻ സഫീർ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് എല്ലാം ചെയ്തത് സ്വന്തം ഭർത്താവാണ് എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞത്. ഹാദിയയെ എങ്ങനെ കണ്ടുപിടിക്കണം, അവളെ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയാണ് അവൻക്ക്, ജസീറിന്. പക്ഷേ ഇപ്പോൾ റിസ്വാന വക്കീലിനെ കണ്ടപ്പോൾ അവൻ്റെ ചിന്ത അങ്ങ് മാറി മറിഞ്ഞിട്ടുണ്ട്. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്തായിത്തീരും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.